കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തരംഗമുള്ളപ്പോൾ മാത്രം കാണുന്ന രീതിയിലുള്ള ഭൂരിപക്ഷമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ചും UDFിൻ്റെയും അതുപോലെ തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്കെല്ലാം കിട്ടിയത് വലിയ തോതിലുള്ള ഭൂരിപക്ഷമാണ്. ഈ ഭൂരിപക്ഷം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ മോദിക്കെതിരായിട്ടുള്ള സ്ലൈറ്റായിട്ടുള്ള ഒരു തരംഗം BJPക്കെതിരായിട്ട് ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ അത്തരത്തിൽ ഒരു മോദി വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പകരം ആഞ്ഞടിച്ചത് രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള അതിഭീകരമായിട്ടുള്ള തരംഗമാണ് ആഞ്ഞടിച്ചത്. ഇത് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. ഇപ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് വയനാട് രാഹുൽ ഗാന്ധിക്കാണ് എന്ന് നമുക്കറിയാം. അത് പക്ഷേ രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയത് പോലും 4 ലക്ഷത്തോളം വോട്ടാണ്. അതിനേക്കാൾ ഏതാണ്ട് 1 ലക്ഷം കുറഞ്ഞ് ഉള്ള ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹം എത്തി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ നമ്മുടെ മലബാർ ഏരിയകളിലുള്ള മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോൾ ഷാഫി പറമ്പിൽ ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ്, 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ്. അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനോടടുത്ത ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്, 1 ലക്ഷത്തിലടുത്ത ഭൂരിപക്ഷത്തിലാണ്. അതിനുശേഷം നമ്മൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ 2 മണ്ഡലങ്ങൾ, ഒന്ന് മലപ്പുറവും പൊന്നാനിയും. മലപ്പുറത്ത് ജയിച്ചിട്ടുള്ളത് 3 ലക്ഷം വോട്ടിലധികമാണ്. അതുപോലെ പൊന്നാനിയിൽ ജയിച്ചിട്ടുള്ളത് 2,55,000 വോട്ടിലധികമാണ്. നമ്മൾ എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്ത് കാണാൻ കഴിയുന്നത് ഹൈബീഡിൻ്റെ ഭൂരിപക്ഷം ഹൈബീഡൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം 2,50,000-ലധികം വരുന്ന ഭൂരിപക്ഷമാണ്. ഒരുപക്ഷെ ജോർജ് ഈഡൻ മത്സരിച്ചപ്പോഴോ പിന്നീട് ഹൈബീഡൻ മത്സരിച്ചപ്പോഴോ ഒന്നും ഒരിക്കലും കിട്ടാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ പറയുമ്പോൾ ഈ ഭൂരിപക്ഷമെല്ലാം ഇവിടെ ആഞ്ഞടിച്ചിട്ടുള്ള രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതിന് മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടാത്ത മണ്ഡലങ്ങളിലേക്ക് നമ്മൾ എടുത്തു നോക്കിയാലും ഇത് തന്നെ നമുക്ക് കാണാം. സത്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നേക്കുന്ന കണക്കുകളേക്കാൾ അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആഞ്ഞടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുള്ളത് UDFന് 20 സീറ്റിൽ 20 കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ 1-2 പാളിപ്പോയെങ്കിൽ പോലും ആ പാളിപ്പോകാനുള്ള കാരണം ആ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്ത് പോയത് കൊണ്ടാണ്. ഉദാഹരണത്തിന് നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ 1 ലക്ഷം വോട്ട് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയില്ല. പക്ഷെ അവിടെ 3 സ്ഥാനാർത്ഥികളും, അതായത് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് 2,99,600-ലധികം വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ കേവലം 352 വോട്ടുകളുടെ കുറവ് മാത്രമേ 3 ലക്ഷത്തിനുണ്ടായിട്ടുള്ളൂ. അതേപോലെ തന്നെ 3 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളാണ്, 4 ലക്ഷത്തോളം വോട്ടുകളാണ് KC വേണുഗോപാൽ പിടിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഈ പറയുന്ന 4-3 ലക്ഷം, അതായത് 7 ലക്ഷത്തോളം വരും. ആ 7 ലക്ഷത്തോളം വോട്ടുകളിൽ അനുകൂല വികാരം എന്ന് പറയുന്നത് 3 ലക്ഷത്തോളം വോട്ടുകൾ ആരിഫിന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം വരുന്ന വോട്ടുകളാണ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. അതാണ് ശരിക്കും സ്പ്ലിറ്റായി പോയിട്ടുള്ളത്. BJPക്ക് ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ ഗ്രോത്തിനേക്കാൾ ഇത്തവണ അവരെ സഹായിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ പോലും ജയസാധ്യത ഉണ്ട് എന്ന് അവർക്ക് തോന്നിയപ്പോൾ ആളുകൾ മുരളീധരനെ വിട്ടിട്ട് ഈ ഭരണവിരുദ്ധ വികാരം സുരേഷ് ഗോപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് കൂടിയാണ് ഒരു കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ശശി തരൂരിന് തിരുവനന്തപുരത്ത് നമുക്കറിയാം കഴിഞ്ഞ തവണ തന്നെ എല്ലായ്പ്പോഴും തന്നെ കൃത്യമായി 2ാം സ്ഥാനത്തേക്ക് BJP എത്തുന്നു, 3ാം സ്ഥാനത്തേക്കാണ് CPM എത്തുന്നത്. അവിടെ പിന്നെ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആറ്റിങ്ങൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ ആറ്റിങ്ങലിൽ 3 സ്ഥാനാർത്ഥികളും, അതായത് V മുരളീധരനും V ജോയിയും 3 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചിട്ടും പിന്നീട് 800-1000-ൽ താഴെ വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് ജയിച്ചിട്ടുള്ളത്. അടൂർ പ്രകാശ് അങ്ങനെ ജയിക്കുമ്പോൾ സത്യത്തിൽ അടൂർ പ്രകാശ് ജയിക്കേണ്ടത് ഒരു 2-2.5 ലക്ഷം വോട്ടിനാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം നേരെ സ്പ്ലിറ്റായി പോയതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രേമചന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് പോലും വലിയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ സത്യത്തിൽ അതിനേക്കാൾ ഒരു 2-2.5 ലക്ഷമോ ഒക്കെ ഭൂരിപക്ഷം കിട്ടാവുന്ന ലെവലിലേക്കുള്ള വിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിച്ചിരുന്നു. അത് ഭാഗ്യത്തിന് BJPയിലേക്കും പിന്നീട് 2020-ലേക്കും മിക്കവാറും മണ്ഡലങ്ങളിൽ BJPയിലേക്കും കോൺഗ്രസിലേക്ക് സ്പ്ലിറ്റായി പോയതുകൊണ്ടാണ് വലിയ മജോറിറ്റിയിലേക്ക് പല സ്ഥാനാർത്ഥികളും എത്താതിരുന്നത്. തൃശ്ശൂർ മാത്രം സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ ആളുകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്
മുരളീധരന് അത്തരത്തിലുള്ള വോട്ടുകൾ കിട്ടാതിരിക്കുകയും അത് സുരേഷ് ഗോപിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ നിന്ന് CPM പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിഭീകരമായ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്നാണ്. ഇത് പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഭാഷയിലാണ് CPM നേതാക്കൾ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരിക്കുന്നു. പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തുമെന്നാണ്. പക്ഷേ നമുക്കൊരു വിശ്വാസമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അത്തരത്തിൽ ഒരു ആൻറ്റി ഇൻകുംബൻസി വേവ് ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അത് സംഭവിക്കാതിരുന്ന 2 മണ്ഡലങ്ങളിൽ അത് സംഭവിച്ചിട്ടുള്ള മണ്ഡലം CPM ജയിച്ചിട്ടുള്ള മണ്ഡലമായിട്ടുള്ള ആലത്തൂർ പോലും ഏതാണ്ട് 20,000-ൽ ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കെ രാധാകൃഷ്ണൻ ജയിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വോട്ടുകളുടെ സ്പ്ലിറ്റ് അവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല, ആ ഭരണവിരുദ്ധ വികാരത്തെ തടയാൻ സ്വന്തം പേഴ്സണാലിറ്റി കൊണ്ടും സ്വന്തം മഹത്വം കൊണ്ടും കെ രാധാകൃഷ്ണന് കഴിഞ്ഞതിൻ്റെ ഫലമായി കൂടിയാണ് ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. വി ജോയി വളരെ നല്ല ഫൈറ്റ് കൊടുത്തിട്ടും 850ഓളം വോട്ടിന് ആറ്റിങ്ങലിൽ നിന്ന് രക്ഷപ്പെടാതിരുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ രക്ഷപ്പെട്ടാൽ പോലും വി മുരളീധരൻ അവിടെ അതിഭീകരമായി ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ പിടിച്ച് 3 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ് അവിടെയും വലിയ മജോറിറ്റി വരാത്തത്. അതുകൊണ്ട് CPM-ഉം ഇടതുപക്ഷവുമൊക്കെ ആലോചിക്കേണ്ടത് ഇത്ര വലിയ ഭരണവിരുദ്ധ വികാരം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഇനി അടുത്ത് വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിന് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള ബഹുമാനപ്പെട്ട കാരണഭൂതനായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കി തിരുത്തുമെന്നാണ്. ഇത്രയും കാലം മനസ്സിലാക്കാൻ കഴിയാത്ത CPM-ഓ LDF-ഓ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷോ ഒന്നും തിരുത്തുമെന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. പക്ഷെ അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് കേരളത്തിലുള്ള സീറ്റുകൾ, കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ജയിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ ജയിച്ചിട്ടുള്ള സീറ്റുകൾ പെറുക്കിക്കൂട്ടി വളരെ ചെറിയൊരു ന്യൂനപക്ഷമായിട്ടുള്ള സംഖ്യയായി ലോക്സഭയിലേക്ക് ഇടതുപക്ഷം കടന്നു ചെല്ലുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഘട്ടത്തിൽ ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നുമെല്ലാം അടക്കം 40-ലധികം സീറ്റുകൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ അപജയത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ധാർഷ്ട്യം കൊണ്ടും ഈ ഭരണം കൊണ്ടും ഈ ഭരണത്തിലെ കെടുകാര്യസ്ഥത കൊണ്ടും ജനദ്രോഹപരമായിട്ടുള്ള നയങ്ങൾ കൊണ്ടും വരുത്തിവെച്ചൊരു കാര്യമാണ്. അതിൻ്റെ ഫലമായി മാത്രമാണ് പല ആളുകളും ജയിച്ചു പോയിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് പത്തനംതിട്ടയിൽ നിന്ന് ആൻറ്റോ ആൻ്റണി ജയിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് അരുൺകുമാർ തോറ്റതും കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്ന് ജയിച്ചതും അതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സ്ഥലങ്ങൾക്കിടക്കുള്ള നിരവധി സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ വോട്ടുകൾ ഭിന്നിച്ചു പോയതുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷം വരാത്തത്. BJP വോട്ടുകൾ കുറച്ച് പിടിക്കുന്ന ഇവിടെ എറണാകുളം മുതൽ മലബാർ, തൃശ്ശൂർ മുതൽ പാലക്കാട് മുതൽ മലബാറിലേക്കുള്ള മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷം കൂടിയത്. അതിൻ്റെ കാരണം ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോൾ BJP ഇത്തവണ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതാണ് എന്ന് നിങ്ങൾ അറിയണം. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതാണെന്ന് അറിയണം. വളരെ ചെറിയ ഭൂരിപക്ഷങ്ങൾ പ്രകാരം ഏതാണ്ട് 10-ലധികം മണ്ഡലങ്ങൾ വേറെയും കൂടിയുണ്ട്. അതെല്ലാം കൂടിച്ചേർക്കുമ്പോൾ അടുത്ത തവണ 2026-ൽ ചിലപ്പോൾ നിയമസഭയിലേക്ക് ഒരു പ്രതിപക്ഷമായി BJPയുടെ MLA-മാർ വന്നാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല എന്ന യാഥാർത്ഥ്യം കൂടി CPM മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ 2026-ൽ അവസാനിക്കണോ 2031-ൽ അവസാനിക്കണോ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ എന്നുള്ളത് മാത്രമേ ഇനി ആലോചിക്കാനുള്ളൂ.